ഭാരതത്തിലെ പൗരസ്ത്യ സഭകളും വെള്ളക്കാരൻ്റെ ലോകവീക്ഷണവും. വെള്ളക്കാരൻ്റെ നുണകൾ. തെയോഡോഷ്യസ് ചക്രവർത്തിയുടെ മരണത്തെ തുടർന്ന് AD 391 റോമൻ സാമ്രാജ്യം രണ്ടായി വിഭജിച്ചത്. അങ്ങനെ റോം കേന്ദ്രമായി പടിഞ്ഞാറൻ സാമ്രാജ്യവും കോൺസ്റ്റാന്റിനോപ്പിൾ കേന്ദ്രവുമായി കിഴക്കൻ സാമ്രാജ്യവും ഉണ്ടായി. AD 313 എഡിക്റ്റ് ഓഫ് മിലാൻ വഴി സാമ്രാജ്യ വിഭജനത്തിന് മുൻപ് തന്നെ റോമൻ സാമ്രാജ്യത്തിൽ ഉടനീളം ക്രിസ്തുവിന്റെ സഭ വളർന്നു കഴിഞ്ഞിരുന്നു. പിന്നീട് സഭയും സാമ്രാജ്യവും ഒന്നായി ഒഴുകിയിരുന്നതിനാൽ സാമ്രാജ്യ വിഭജനത്തോടെ സഭയും രണ്ടായി എന്ന് മാത്രമല്ല രണ്ട് ദിശയിൽ വളർന്നു. അതാണ് പാശ്ചാത്യ സഭയും, അതായത് ലത്തീൻ സഭയും, കിഴക്കൻ സഭകളും പൗരസ്ത്യ സഭകളും. പാശ്ചാത്യ സഭയിലെ ആരാധനാക്രമ ഭാഷ റോമൻ സാമ്രാജ്യത്തിന്റെ ഔദ്യോഗിക ഭാഷയായ ലത്തീൻ തന്നെയായിരുന്നു എന്നതിനാൽ ലത്തീൻ സഭ എന്ന് അതിനെ നമ്മൾ വിളിക്കുന്നു. കിഴക്കൻ സാമ്രാജ്യം പാശ്ചാത്യ സാമ്രാജ്യത്തെക്കാളും അധികം റോമൻ നിയമവും ജീവിത രീതികളും പിന്തുടർന്നെങ്കിലും പല രാഷ്ട്രീയ ഭാഷാപരമായ കാരണങ്ങളാൽ കിഴക്കിലെ സഭ പലതായി പിന്നീട് വിഭജിക്കപ്പെട്ടു. കിഴക്കൻ സാമ്രാജ്യം വിവിധ ഭാഷകളും സംസ്കാരങ്ങളും ഉൾക്കൊള്ളുന്ന പ്രദേശമായതിനാൽ വിവിധ പ്രാദേശിക കാരണങ്ങളാൽ ഭാഷാ വ്യത്യാസങ്ങളും ദൈവശാസ്ത്ര കാരണങ്ങളുമാണ് വിവിധ പൗരസ്ത്യ സഭകൾ കിഴക്കൻ സാമ്രാജ്യത്തിൽ ഉണ്ടാകാൻ കാരണം. അങ്ങനെ തികച്ചും രാഷ്ട്രീയ കാരണം നിമിത്തവും റോമൻ സാമ്രാജ്യത്തിന്റെ ഭാഗമായതിനാലുമാണ് കത്തോലിക്ക സഭയിലെ ഒരു വിഭാഗം സഭകളെ പൗരസ്ത്യ സഭകളെന്ന് വിളിക്കുന്നത്. അല്ലാതെ ഇന്ന് ചിലർ വിചാരിക്കുന്നത് പോലെ കിഴക്കോട്ട് നോക്കി പ്രാർത്ഥിക്കുന്നവരെ പൗരസ്ത്യരെന്നും പടിഞ്ഞാറോട്ട് നോക്കി പ്രാർത്ഥിക്കുന്നവരെ പാശ്ചാത്യർ എന്നും വിളിക്കുന്നതല്ല. മറ്റുള്ളവർക്ക് ഒന്നും അറിയില്ല എന്ന ഭാവത്തിൽ സംസാരിക്കുന്ന ഒരു സഹോദരി ഈ അർത്ഥതലത്തിൽ പറയുന്ന വീഡിയോ നമുക്കിടയിൽ ഇപ്പോൾ കറങ്ങുന്നുണ്ട്. ആ സഭകളുടെ ഭൂമിശാസ്ത്രപരവും രാഷ്ട്രീയ ചരിത്രവുമാണ് പ്രസ്തുത പേരുകൾക്ക് കാരണം. അങ്ങനെയെങ്കിൽ ഒരിക്കലും റോമൻ സാമ്രാജ്യത്തിന്റെ ഭാഗമല്ലാതിരുന്ന ആർഷഭാരതത്തിൽ ജനിച്ചു വളർന്ന മാർത്തോമ ക്രിസ്ത്യാനികളുടെ സഭയെ പൗരസ്ത്യ സഭ എന്ന് വിളിക്കുന്നത് തികച്ചും മൗഢ്യമല്ലേ? അതെ, വെള്ളക്കാരന്റെ ലോകവീക്ഷണത്തിൽ അവൻ മാത്രമാണ് കേന്ദ്രം. അവനാണ് നമ്മളെ പൗരസ്ത്യർ എന്ന് വിളിക്കുന്നത്. പാശ്ചാത്യ റോമൻ സാമ്രാജ്യത്തിന് പുറമെ ഉള്ളവരെല്ലാം അവനെ സംബന്ധിച്ച് പൗരസ്ത്യനാണ്. അത് ഏറ്റുപാടുന്ന നമ്മളിലെ ചിലർ സ്വയം വിഡ്ഢികളാകുന്നത് എന്തുകൊണ്ട്? സെമിനാരികളിലും മറ്റും അങ്ങനെ പഠിപ്പിക്കുന്നത് എന്തുകൊണ്ട്? ഇത്തരം നുണകളൊന്നും ഇന്നത്തെ കാലത്ത് വിലപ്പോകില്ല. യഥാർത്ഥത്തിൽ ആരാധനാക്രമങ്ങൾ രൂപപ്പെട്ട 5-ാം നൂറ്റാണ്ട് മുതൽ, അതായത് 1965 വരെ 1600 വർഷത്തോളം പാശ്ചാത്യ സഭയും പൗരസ്ത്യ സഭകളും കിഴക്കോട്ട് നോക്കിയാണ് പ്രാർത്ഥിച്ചിരുന്നത്. എല്ലാ സെമറ്റിക് മതങ്ങളും പ്രാർത്ഥിക്കുന്ന രീതിയും അങ്ങനെ തന്നെയായിരുന്നു താനും. എന്നാൽ കത്തോലിക്ക സഭയിലുണ്ടായ പ്രൊട്ടസ്റ്റന്റ് വിപ്ലവത്തിന് ശേഷം ബൈബിൾ വിവിധ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടതും ബൈബിൾ പഠനത്തിൽ വന്ന വിപ്ലവകരമായ വളർച്ചയും അൽമായരുടെ പൗരോഹിത്യ പ്രവാചക രാജകീയ അഭിഷേകത്തെക്കുറിച്ചുണ്ടായ തിരിച്ചറിവും രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ ഔദ്യോഗിക പ്രബോധനമായി മാറിയപ്പോൾ വിശുദ്ധ കുർബാന ജനാഭിമുഖമായി മാറി. മലയാളത്തിലും ബൈബിൾ ആദ്യം പ്രിന്റ് ചെയ്തത് കത്തോലിക്കരല്ല എന്ന് ഓർക്കണം. അതിനെ തുടർന്ന് പാശ്ചാത്യ സഭയും ഏതാനും പൗരസ്ത്യ സഭകളും കിഴക്കോട്ട് തിരിഞ്ഞുള്ള പ്രാർത്ഥന അൾത്താരയ്ക്ക് ചുറ്റുമുള്ള ജനാഭിമുഖ പ്രാർത്ഥനയാക്കി മാറ്റി. ദൈവശാസ്ത്ര ലോകത്തുണ്ടായ വലിയ മാറ്റങ്ങൾ അറിയാനോ ഉൾക്കൊള്ളുവാനോ കഴിയാത്ത ചില പൗരസ്ത്യ സഭകൾ ഇന്നും കിഴക്കോട്ട് തിരിഞ്ഞുള്ള പ്രാർത്ഥനാ രീതി തുടരുന്നു. എങ്കിൽ 1. സിറോ മലബാർ സഭയെ പൗരസ്ത്യ സഭയായി കണക്കാക്കുന്നത് തെറ്റല്ലേ? അതെ, ഭാരതത്തിന്റെ തെക്കേ അറ്റത്ത് ജന്മം കൊണ്ട് വളർന്ന ഈ സഭ ജീവിക്കുന്ന പ്രദേശം ഒരിക്കലും റോമൻ ചക്രവർത്തിമാരാൽ ഭരിക്കപ്പെട്ടിട്ടില്ല. റോമൻ സാമ്രാജ്യത്തിന് പുറത്തും ലോകമുണ്ടെന്ന് മനുഷ്യരുണ്ടെന്നും അവർക്കും തുല്യമഹത്വമുണ്ടെന്നും വെള്ളക്കാരൻ അംഗീകരിക്കണം. ഏറ്റവും കുറഞ്ഞത് നമ്മളെങ്കിലും സ്വയം ബഹുമാനിക്കണം. മാർത്തോമ ക്രിസ്ത്യാനികൾ 6-ാം നൂറ്റാണ്ടിൽ പൗരസ്ത്യ ദേശത്ത് നിന്ന് വന്ന സുറിയാനി ഭാഷയിലെ ആരാധനാക്രമം സ്വീകരിച്ചു എന്നതിനാൽ പൗരസ്ത്യരാകില്ല. കാരണം രണ്ടാണ്. ഈ സഭയുടെ വളർച്ചയുടെ പല ഘട്ടത്തിലും പല സ്വാധീനങ്ങളും ഉണ്ടാവുകയും നന്മയായതുകൊണ്ടും ചിലപ്പോൾ നിവർത്തിയില്ലാത്തതുകൊണ്ടും പലതും മറ്റുള്ള സംസ്കാരങ്ങളിൽ നിന്നും സഭകളിൽ നിന്നും ഈ സഭ സ്വീകരിച്ചിട്ടുണ്ട്. നൂറ്റാണ്ടുകൾ ഈ സഭയെ ഭരിച്ചിട്ടും തദ്ദേശീയരായ ഒരാളെ പോലും മെത്രാനായി വാഴിക്കാത്ത കൽദായ മെത്രാന്മാർ ഈ സഭയെ സ്നേഹിച്ചു എന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അതിനാൽ പ്രസ്തുത സഭകളെല്ലാം നമ്മുടെ മാതൃസഭകളോ നമ്മുടെ തനിമയെ വിഴുങ്ങുന്ന സഭകളോ ആകില്ല. നമ്മൾ സ്വന്തമായ തനിമയുള്ള ഭാരത സഭയായി നിലകൊള്ളുന്നു. അതിനാൽ തന്നെയാണ് അഭിമന്യ അഗസ്ത്യൻ കണ്ടത്തിൽ പിതാവ് കൽദായ സഭയുടെ സുറിയാനി ക്രമം അങ്ങനെ തന്നെ നമുക്ക് വേണ്ടി വിവർത്തനം ചെയ്യാൻ കമ്മീഷനെ വെച്ച പൗരസ്ത്യ സഭകളുടെ തലവൻ എഴുതിയത്. ഞങ്ങൾ കൽദായ സഭയുടെ പുത്രി സഭയല്ല, ഭാരത സഭയാണ് എന്ന്. ആരാധനക്രമം മാത്രമല്ല ഒരു സഭയുടെ തനിമ നിർണ്ണയിക്കുന്നത്, മറിച്ച് ദൈവശാസ്ത്രം, ആത്മീയത, ഭരണ സംവിധാനം എന്നിവ കൂടിയാണ്. നമുക്ക് തീർത്തും വ്യത്യസ്തവും സ്വതന്ത്രവുമായ മേൽപ്പറഞ്ഞ 3 കാര്യങ്ങളും ഉണ്ടായിരുന്നു. ആയതിനാൽ കൽദായ സഭയുടെ സുറിയാനി കുർബാന ക്രമം 6-ാം നൂറ്റാണ്ടിൽ സ്വീകരിച്ചു എന്ന ഒറ്റ കാരണത്താൽ
നമ്മളെ അവരുടെ ഗണത്തിലും ഇനത്തിലും വത്തിക്കാൻ ഉൾപ്പെടുത്തുന്നത് അന്യായമാണ്, അനീതിയാണ്. ഈ കാര്യം നമ്മുടെ പല അഭിവന്യ പിതാക്കന്മാരും പലതവണ വത്തിക്കാനെ ആവർത്തിച്ച് ഉണർത്തിച്ചിട്ടുള്ളതാണ്. 2. എല്ലാവരും കിഴക്കോട്ട് തിരിഞ്ഞ് പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ അൾത്താരയ്ക്ക് അഭിമുഖമായി നിന്ന് പ്രാർത്ഥിക്കുക എന്നത് പൗരസ്ത്യ സഭകളുടെ തനിമയുടെ ഭാഗമാണോ? അല്ല. പിന്നെ എന്തുകൊണ്ട് പൗരസ്ത്യ സഭകൾക്ക് വേണ്ടിയുള്ള കാര്യാലയത്തിന്റെ തലവനായിരുന്ന കാർഡിനാൾ സിൽവസ്ത്രീനെയും പുറകെ വന്ന മറ്റു തലവന്മാരും അത് അടിവരയിട്ട് ആവർത്തിക്കുന്നു? സീറോ മലബാർ സഭയെ ജനാഭിമുഖ കുർബാന ചൊല്ലുവാൻ അനുവദിക്കുന്നില്ല. കാരണങ്ങൾ പലതാണ്. എ. പൗരസ്ത്യ സഭകളുടെ തനിമയാണ് കിഴക്കോട്ട് തിരിഞ്ഞുള്ള പ്രാർത്ഥന എന്ന നുണ. റോമിന് പടിഞ്ഞാറും കിഴക്കുമുള്ള എല്ലാ സഭകളും കിഴക്കോട്ട് തിരിഞ്ഞാണ് 1965 വരെ ബലിയർപ്പിച്ചിരുന്നത്. പിന്നെ എങ്ങനെ അത് പൗരസ്ത്യ സഭകളുടെ മാത്രം പൈതൃകമാകും? ബി. കിഴക്കോട്ട് തിരിയുക എന്നത് മാറ്റാനാകാത്ത പൈതൃകമാണ് എന്ന നുണ. അപ്രകാരമാണെങ്കിൽ പാശ്ചാത്യ സഭയും വെള്ളക്കാരുടെ ഏതാനും പൗരസ്ത്യ സഭകളും എങ്ങനെ അൾത്താരയ്ക്ക് ചുറ്റും നിന്ന് അർപ്പിക്കുന്ന ജനാഭിമുഖ ബലി തുടങ്ങി? അടിച്ചമർത്തി വയ്ക്കാൻ പറ്റുന്ന ഭാരതത്തിലെ സഭകൾക്ക് മാത്രമാണോ ഈ പൈതൃകം മാറ്റാനാകാത്ത തനിമയുടെ ഭാഗമായത്? സി. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ മുന്നോട്ട് വെച്ച ആരാധനക്രമ നവീകരണം സീറോ മലബാർ സഭയ്ക്ക് ബാധകമല്ല എന്ന നുണ. അത് ലത്തീൻ സഭയ്ക്ക് മാത്രമാണ് ബാധകം എന്നുണ്ടോ? അത് എക്യുമെനിക്കൽ അഥവാ സാർവത്രിക കൗൺസിലായതിനാൽ അതിന്റെ പ്രബോധനം എല്ലാ കത്തോലിക്ക സഭകൾക്കും സ്വീകരിക്കാവുന്നതല്ലേ? കത്തോലിക്ക സഭയിൽ സീറോ മലബാർ സഭ എന്താ രണ്ടാം തരം സഭയാണോ? ഡി. രാഷ്ട്രീയ കാരണം. പൗരസ്ത്യമല്ലാത്ത ഭാരതസഭയിലെ റോമൻ സാമ്രാജ്യത്തോട് ബന്ധപ്പെടുത്തി മാത്രം നിർവചിക്കുന്നതും അധികാര നുണകൾ അടിച്ചേൽപ്പിക്കുവാനുള്ള ആയുധമായി ഉപയോഗിക്കുന്നതും ഇന്നും പാശ്ചാത്യർ തലവനായിരുന്നു കൊണ്ട് നിർബാധം ഭരിക്കുന്ന പൗരസ്ത്യ സഭകളുടെ കാര്യാലയം വഴിയാണ്. അവർ പാടുന്നവ ഏറ്റുപാടിയാലേ അധികാര കസേരകൾ ഇവിടെയും റോമിലും കിട്ടുകയുള്ളൂ എന്നതിനാൽ മാർ ജോസഫ് പൗവത്തിലിന്റെ കാലം മുതൽ നമ്മൾ പൗരസ്ത്യ സഭയാണെന്നും അൾത്താരാഭിമുഖ കുർബാന നമ്മുടെ തനിമയാണെന്നും ഇവിടെയുള്ള അധികാരമോഹികൾ പഠിപ്പിച്ചും വാദിച്ചും അടിച്ചേൽപ്പിച്ചും ആടിത്തിമിറക്കുകയാണ്. മാർത്തോമായുടെ ഭാരത പാരമ്പര്യത്തെ വൈദേശിക സത്വത്തിന് അടിയറ വെച്ച് കസേരകളിൽ കയറിപ്പറ്റുന്നവർ അറിയാത്ത സത്യമുണ്ട്. ചരിത്രത്തെ ആർക്കും മാറ്റാനാകില്ല എന്നും അത് അറിയാവുന്ന പ്രബുദ്ധരായ അൽമായർ ഇവിടെയുണ്ട് എന്നും. ആയതിനാൽ പരിശുദ്ധ കത്തോലിക്ക സഭയുടെ വിശ്വാസവും ദൈവശാസ്ത്ര അറിവുകളും ഭാരതസഭയായ സീറോ മലബാർ സഭയ്ക്കും അവകാശപ്പെട്ടതാണ്. ജനാഭിമുഖ കുർബാന ഞങ്ങളുടെ അവകാശമാണ് എന്ന് എറണാകുളത്തെ ജനം പറയുന്നതിൻ്റെ ഉള്ളർത്ഥം ഇതാണ്. ഇതിനെല്ലാം പുറമെ ജനാഭിമുഖ കുർബാന സാധാരണ രീതിയായി സ്വീകരിച്ചിരിക്കുന്ന പാശ്ചാത്യ സഭയിലും പൗരസ്ത്യ സഭകളിലും അൾത്താരയിലേക്ക് തിരിഞ്ഞുള്ള കുർബാന പൈതൃകമായി അനുവദിച്ചിട്ടുമുണ്ട്. എന്നിട്ട് പോലും കത്തോലിക്ക സഭ മുഴുവൻ ഒരു നന്മയായി ദിനം തോറും കുർബാന ജനാഭിമുഖമായി അർപ്പിക്കുമ്പോൾ വെള്ളക്കാരൻ്റെ വെറും നുണകളുടെ അടിസ്ഥാനത്തിൽ ജനാഭിമുഖ കുർബാന അനുവദിക്കാത്ത സീറോ മലബാർ സിനഡും അവർ സ്വയം അടിയറവ് വച്ചിരിക്കുന്ന പൗരസ്ത്യ കാര്യാലയവും ആദരവോ വിശ്വാസികളുടെ അനുസരണമോ അർഹിക്കുന്നുണ്ടോ? സ്വയം ആസ്വദിക്കാനുള്ള ഒരു കോപ്പ പായസത്തിന് വേണ്ടി കടിഞ്ഞൂൽ അവകാശം വിറ്റ ഏസാമിനെയാണ് സീറോ മലബാർ മെത്രാൻ സിനഡ് ഓർമ്മിപ്പിക്കുന്നത്.